RSP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഐക്യ മഹിളാ സംഘം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം. ഞങ്ങളിന്ന് ഈ മീറ്റ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കുറച്ച് പേര് RSPയിലേക്ക് ലയിക്കുകയാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് ഞാനായതുകൊണ്ടാണ് ഞാനും കൂടി ഇതിൽ പങ്കെടുക്കുന്നത്. അതൊന്ന് ആൻ്റണി ജോസഫ് മണവാളൻ, ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് മാനേജർ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് ട്രഷറർ, എവർഗ്രീൻ സർവീസ് സൊസൈറ്റി സ്റ്റേറ്റ് ചെയർമാൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് കേരള സ്റ്റേറ്റ് ചെയർമാൻ, കേരള സ്റ്റേറ്റ് പൗരാവകാശ കൗൺസിൽ സ്റ്റേറ്റ് പാട്രൺ. പിന്നെയുള്ളത് ബിജു മുണ്ടാട്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി, എവർഗ്രീൻ സർവീസ് സൊസൈറ്റി സ്റ്റേറ്റ് ട്രഷറർ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റി കേരള ജോയിൻറ്റ് സെക്രട്ടറി. അപ്പോൾ ഇവരുടെ കൂടെ കുറേ അണികളും നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൽ നിന്ന് RSPയിലേക്ക് ലയിക്കുകയാണ്. അത് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലേക്കാണ്. അതിന് പരിപാടി വെച്ചിരിക്കുന്നത് നാളെ ആലുവയിൽ മെസ്കർ ഹോട്ടലിൻ്റെ ഹാളിൽ വെച്ചാണ്. 50-ൽ പരം അണികളാണ് ഈ NKC വിട്ടു പോരുന്നത്. BJP സർക്കാരിൻ്റെ, അതായത് ഇവരുള്ളത് NDAയിലായിരുന്നു. BJP സർക്കാരിൻ്റെ ജനാധിപത്യപരമായ അല്ലെങ്കിൽ മതേതരപരമായ അവരുടെ അനീതിക്കെതിരെ ഇവർ സംസാരിക്കുമ്പോൾ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പുച്ഛഭാവങ്ങളും അതിൻ്റേതായ പ്രശ്നങ്ങളും കുറച്ച് നാളുകളായിട്ട് തന്നെ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ സന്തോഷത്തിൽ നടത്തിക്കൊണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് RSPയിലേക്ക് ലയിക്കാൻ അവർ താല്പര്യം കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലയന സമ്മേളനം നാളെ വെച്ചിരിക്കുന്നത്. അതിൽ മിക്കവാറും RSPയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോൺ അടക്കമുള്ള സഖാക്കൾ പങ്കെടുക്കുന്നതായിരിക്കും. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അവർ തന്നെ അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും. നമസ്കാരം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇൻട്രൊഡക്ഷൻ സപ്രമാണം ചെയ്തു കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ നോട്ടീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വിശദീകരിച്ച ഒരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ തകർക്കുന്ന നയങ്ങളാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ പേര് ഞങ്ങളുടെ പാർട്ടി ചെയർമാനോട് ആവശ്യപ്പെട്ടു നമുക്ക് NDA മുന്നണി വിടാമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അവിടെ നല്ല സ്ഥാനമുണ്ട്. പുള്ളിക്കാരന് കുരുവിള മാത്യൂസ് എന്ന പേര്, അദ്ദേഹത്തെ NDAയുടെ സ്റ്റേറ്റ് വൈസ് ചെയർമാനായിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളിക്കത് മതി. ഈ പാർട്ടി വലുതാക്കണമെന്നോ ഈ പാർട്ടിക്ക് ഒരു രജിസ്ട്രേഷൻ നേടിത്തരണമെന്നോ അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ല. അതിനാൽ തന്നെ ഞാൻ 25 വർഷമായി കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിയിൽ നിന്ന് വടക്കേക്കര നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ട് ബാങ്കിൽ ജോലിയുള്ള സമയത്ത് തുടങ്ങിയ ആളാണ്. ഇതുവരെയായിട്ടും ഈ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലും പിന്നെ മാറിയ സാഹചര്യത്തിലും അതിൽ നിൽക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നി. പിന്നെ RSPയിലേക്ക് താല്പര്യം എനിക്ക് തോന്നാൻ കാരണം പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായിട്ടല്ല. വളരെ കാലമായി MP പ്രേമചന്ദ്രൻ അവറുകളുടെ പാർലമെന്റിൽ പ്രകടനം അതെല്ലാം അങ്ങേയറ്റം ആരാധനയോടെ നോക്കി കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ അവറുകൾ, അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായ പെരുമാറ്റം, ലീഡർഷിപ്പ്, അതും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് ജോർജ് സ്റ്റീഫൻ, അദ്ദേഹത്തോട് എനിക്ക് ഇഷ്ടം തോന്നാൻ കാരണം എല്ലാ ആഴ്ചകളിലും അങ്കമാലിയിൽ കാര്യവിചാര സദസ്സെന്നും പറഞ്ഞ് ഒരു ഹാളിൽ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. ഓരോ സബ്ജക്റ്റ് കൊടുത്തിട്ട് അതിൽ സംസാരിക്കാൻ കഴിവുള്ളവരെ കൊണ്ടൊന്ന് എല്ലാ ആഴ്ചയും, അതും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് RSPയിലേക്ക് മാറാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇത്ര തൽക്കാലം പറയുന്നുള്ളൂ. NKC 2 വർഷമായിട്ട് NDAക്ക് വേണ്ടി ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ
ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഞങ്ങൾ കൊടിപിടിച്ച് ഈ അണികൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ചു. തൃശ്ശൂരും അങ്കമാലിലും എറണാകുളത്തും ഞങ്ങൾ വളരെ നന്നായി പ്രവർത്തിച്ചു. കോട്ടയത്ത് ഇടുക്കിയിലൊക്കെ പോയി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ വളരെ ശക്തമായിട്ട് NDAക്ക് പ്രവർത്തിച്ചു. എന്നിട്ട് NKCക്ക് സീറ്റ് എത്രയുണ്ട്? അവരുടെ ഘടകകക്ഷിയാണ്. ഇതുവരെ നല്ലൊരു സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, കർഷകരുടെ ഓരോ പ്രശ്നത്തിനും ഇടപെടാൻ വേണ്ടി കേരള കോൺഗ്രസിൽ വർക്ക് ചെയ്ത ഞങ്ങള് NKC തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ആയപ്പോൾ NKCയിൽ വരാമെന്ന്. NKCയിൽ വന്നപ്പോഴും ഞങ്ങൾ കർഷകർക്ക് വേണ്ടി വളരെയധികം ചെയ്തു. ഇപ്പോഴും കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന NDA പലതും ചെയ്യുന്നില്ല. അതിന് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്കുള്ള സീറ്റുകൾ പോലും തരുന്നില്ല. ഞങ്ങളുടെ ഓരോ സീറ്റുകൾ ചോദിക്കുക, ആ സീറ്റുകൾ തരാത്തതുകൊണ്ടാണ് അവിടുന്ന് മാറുന്നത്. ഏത് സ്ഥാനം? അതായത് കുരുവിള മാത്യൂസിനെ സംബന്ധിച്ച് വേറെ ആരും വളരുന്നതും സ്ഥാനമാനങ്ങൾ NDAയിൽ കിട്ടുന്നതും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് മാത്രം NDAയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ്. ഇപ്പം ഞങ്ങൾ പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് ആവശ്യപ്പെടാറുണ്ട് നമുക്ക് NDA വിട്ടു പോവാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ NDAയിൽ പുള്ളിക്ക് നല്ല സ്ഥാനമുണ്ട്, ഇനിയിപ്പോൾ UDFലോ LDFലോ പോയാൽ ഈ സ്ഥാനങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ. എന്നാൽ ഈ പാർട്ടിക്ക് ഒരു രജിസ്ട്രേഷൻ പോലും നേടിയെടുക്കുന്നതിന് ഒരു ചെറുവിരൽ പോലും അനുക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് LDFനാണ് കിട്ടിയത്. അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നതിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ നോർമലി UDFന്റെ ഘടകകക്ഷികൾക്ക് അവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കൽ പതിവില്ല. പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട്, നമ്മൾ ചോദിക്കുന്ന അർഹമായ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, അതിൽ പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ കൂടെ നിൽക്കുന്ന സഖാക്കളും അത്രയ്ക്ക് നല്ല ചുണയുള്ള കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ സെക്രട്ടേറിയറ്റിന് മതിലാടി പോയ ഒരു ടീം RYF ആണ്. അപ്പോൾ നല്ല ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാറുമുണ്ട്.